സ്റ്റാർട്ട് ദ ഡേ വിത്ത് ജീസസ് കുട്ടികൾക്കായുള്ള പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ സ്കൂളിലേക്ക് പോയി നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണല്ലോ. ഇന്ന് നമുക്ക് ഈ രാവിലെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. നമുക്കെല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി കൂട്ടുകാരുണ്ട്. കഴിഞ്ഞ വർഷം ഉള്ള ഫ്രണ്ട്സ് ആയിരിക്കത്തില്ല ചിലപ്പോൾ ഈ വർഷം നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് മാറിപ്പോയിരിക്കാം. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരിക്കണം. അയ്യോ, കഴിഞ്ഞ ഇത്രയും വർഷം എന്നോടൊപ്പം പഠിച്ച എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ കൂട്ടുകാരി, എൻ്റെ ഫ്രണ്ട് എൻ്റെ സ്കൂളിൽ നിന്നും പോയല്ലോ, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ നിന്നും വേറെ ക്ലാസ്സിലായല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ വലിയ ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷേ ഈ 2 months വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ദൈവവചനം പറയുന്നു, നമുക്ക് ഏറ്റവും നല്ലൊരു കൂട്ടുകാരൻ, നമ്മളെ സ്നേഹിക്കുന്ന ഏറ്റവും വലിയൊരു ഫ്രണ്ടാണ് യേശു കർത്താവ്. നമ്മൾ ഓരോരുത്തരെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്താണ് ദൈവം. ഈ ദൈവം നമ്മളെ എപ്പോഴും സ്നേഹിക്കുന്നു. മറ്റാരും നമ്മളെ സ്നേഹിക്കാതിരിക്കുമ്പോഴും ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് തോന്നാം, അയ്യോ, ആരും എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, എന്നെ അറിയുന്ന ആരുമില്ലല്ലോ, എന്നെ മനസ്സിലാക്കുന്ന ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അറിയുന്ന ദൈവമാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. അപ്പോൾ ഈ ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കൂട്ടുകാരനോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ആരാണ്? ദൈവമാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഫ്രണ്ട്സ് ഇല്ലായിരിക്കും, ആരും നിങ്ങളെ കൂട്ടുകൂടില്ലായിരിക്കും, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം. അവിടെയും നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ദൈവത്തെ നമ്മൾ കാണാൻ പറ്റുന്നില്ല, നമുക്ക് രുചിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനും പറ്റുന്നില്ല. പക്ഷേ അദൃശ്യനായ ദൈവം, ആത്മാവായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കുക. ആരെല്ലാം പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും, ആരെല്ലാം നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഒരിക്കലും തള്ളാത്ത, ഒരിക്കലും മാറാത്ത, ഒരിക്കലും വിട്ടുപിരിയാത്ത, ഒരിക്കലും ഉപേക്ഷിക്കാത്ത, ഒരിക്കലും നിങ്ങളെ തള്ളിപ്പറയാത്ത ഒരു ദൈവം, ഏറ്റവും വലിയൊരു കൂട്ടുകാരനായി നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ ദൈവം മാറാത്ത ദൈവം. പലപ്പോഴും നമ്മുടെ കൂട്ടുകാർ പറയുന്ന വാക്കുകൾ പിന്നീട് മാറ്റിപ്പറയും. നമ്മുടെ കൂട്ടുകാർ പലപ്പോഴും നമുക്കൊരു പ്രോമിസ് ചെയ്താൽ അത് പലപ്പോഴും പിന്നീട് പാലിക്കണമെന്നില്ല. ചിലപ്പോൾ ആ പ്രോമിസിൽ നിന്ന് അവർ പിന്മാറിപ്പോകും. എന്നാൽ ദൈവമോ തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ദൈവം നമുക്കൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവം നമുക്കത് ചെയ്ത് തരിക തന്നെ ചെയ്യും. അപ്പോൾ ഏറ്റവും വലിയ കൂട്ടുകാരനായ ദൈവത്തെ നമ്മുടെ സ്വന്തമായി നമ്മളെപ്പോഴും കൂടെ നിർത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം വായിക്കണം. ഇന്നും ആ ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ട് വേണം നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്നലെ കേട്ടു സദൃശ്യവാക്യം 1:7, മറന്നു പോകരുത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ആരെല്ലാം യഹോവ ഭക്തിയുള്ള മക്കളാണോ അവരെന്ത് ചെയ്യും? എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനയോടുകൂടെ മാത്രമേ അവർ കാര്യങ്ങൾ ആരംഭിക്കുകയുള്ളൂ. പ്രാർത്ഥനയോടുകൂടെ. അതുപോലെ ദൈവവചനവും വായിക്കുന്നവരായിരിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരും ദൈവവചനം വായിക്കുന്നവരും ആയിരിക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ രാവിലെ സമയം ഞങ്ങൾക്ക് ഒരു പുതിയ ദിവസം കാണുവാൻ തക്കവണ്ണം ഉണർന്നെഴുന്നേൽക്കുവാൻ സഹായിച്ച അങ്ങയുടെ വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരു രാത്രികാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചോലും അതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്നു. അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ യാത്രയിൽ അങ്ങ് കൂടെ ഇരിക്കണമേ. ആപത്തുകളോ അനർത്ഥങ്ങളോ വരാതെ വണ്ണം, അപകടങ്ങളോ വരാതെ വണ്ണം കർത്താവെ, കൺമണി പോലെ ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങ് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൽ കർത്താവ്, പ്രിയ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പഠിക്കേണ്ടുന്ന അനേകം കാര്യങ്ങളുണ്ട്. ആ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാക്കുവാൻ ഓർമ്മശക്തിയും ബുദ്ധിയും വിവേകവും ജ്ഞാനവും കൊടുത്തങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവമേ അതവർക്ക് മനസ്സിലാകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കൂട്ടുകാരെ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ടെൻഷൻ ഇല്ലാതെ സന്തോഷത്തോടുകൂടെ ഓരോ കുഞ്ഞുങ്ങളും പോയി പഠിക്കുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ.
ഇന്നത്തെ കർത്താവ് ദിവസത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ കർത്താവ് സ്കൂളിലെ ഓരോ കാര്യങ്ങളിലും കൂടെ ഇരിക്കണമേ. സന്തോഷത്തോടെ വൈകുന്നേരം ഭവനത്തിലേക്ക് വന്ന് അങ്ങയോട് നന്ദി പറയുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് സ്കൂളിലേക്ക് അയക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ കർത്താവേ. അങ്ങ് തന്നെ നല്ല കൂട്ടുകാരനായി, ഏറ്റവും വലിയ കൂട്ടുകാരനായിട്ട് കൂടെ ഇരിക്കണമേ കർത്താവെ. ഞങ്ങളെ ആരും മനസ്സിലാക്കില്ല എങ്കിലും, ഞങ്ങളോട് ആരും കൂട്ടുകൂടിയില്ല എങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അതിനായി സ്തോത്രം. ഏറ്റവും വലിയ കൂട്ടുകാരനായി അങ്ങ് കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. അപ്പോൾ ഗോഡ് ബ്ലെസ് യു. ഏറ്റവും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു.